നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ നമ്മൾ കാണാൻ പോന്നെ ജയബാലനിട്ട് പണി കിട്ടാൻ പോവാണ്. ജയബാലൻ ചെയ്ത കൊള്ളരുതായ്മയ്ക്കെല്ലാം പണിയുമായിട്ട് കാവേരി ഇറങ്ങുന്നുണ്ട്. അതിന്റെ കുറച്ച് കഥകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ. 2-3 ദിവസമായിട്ട് ജയബാലൻ അങ്ങനെ സ്കോർ ചെയ്ത് നിൽക്കുമായിരുന്നു. കാവേരിയുടെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഡയറിയൊക്കെ അതെല്ലാം അയാള് മോഷ്ടിച്ചെടുത്തിട്ട് കാവേരിക്കിട്ട് പണി കൊടുത്താണ്. പക്ഷെ ഇനി തിരിച്ച് ജയബാലനിട്ടാണ് പണി കിട്ടാനായിട്ട് പോകുന്നത്. കാവേരിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഏക പ്രതീക്ഷയായിരുന്നു അച്ഛന്റെ ആ മൊബൈൽ ഫോണും അതുപോലെ ഡയറി. അത് മോഷണം പോയി കഴിഞ്ഞപ്പോ അത് ജയബാലന്റെ എടുത്തോണ്ട് പോയതാന്നുള്ള കാര്യം അറിയാം. കാവേരിയുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നു. നിടമോളുടെ സർജറിക്ക് പോലും പണമില്ലാത്തൊരവസ്ഥ, മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേട്, അതാണ് കാവേരിക്ക് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് നിളമോളുടെ സർജറിയും കാര്യങ്ങളൊക്കെ നടത്തണം. അതിന് ട്രിവാൻഡ്രത്തേക്ക് പോവുകയും ചെയ്യണം. നാളെ തന്നെ പോകണം. അപ്പൊ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തണം. പിന്നീട് ശാരദയോടും രാധാമ്മയോടും എല്ലാവരും ചെന്ന് പറഞ്ഞു, എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ പോകാം. അവിടെ പിന്നെ ഈ പറയുന്ന താരയുണ്ട്, അതായത് കാവേരിയുടെ അവരുടെയൊക്കെ ഫ്രണ്ടാണ്. താരയുള്ളതുകൊണ്ട് താര അങ്ങോട്ടേക്ക് ചെന്നേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. ഒരു വാടക വീട് എടുക്കുവാണെങ്കിൽ എല്ലാവർക്കും അവിടെ താമസിക്കാലോ. നിളമോളുടെ സർജറി കഴിഞ്ഞാലും അല്ലാതെ റൂമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് താങ്ങാൻ പറ്റില്ല. പിന്നീട് ശാരദ വന്ന് കാവേരിയോട് പറഞ്ഞു, മോളെ നിളയുടെ ഓപ്പറേഷൻ അമ്മ വിഷമിക്കില്ല. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അച്ഛൻ നമ്മളെ എങ്ങനെ കൈവിടുക? മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ടമ്മേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കാവേരി അടങ്ങിയിരിക്കില്ല. ഞാനിങ്ങോട്ടേക്ക് തിരിച്ചു വരും. ഇപ്പം നമ്മൾ അങ്ങനെ പോയാലും ഇത് ജയബാലനോടുള്ള പ്രതികാരം തീർക്കാനായിരിക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ശാരദ പറഞ്ഞു, അതൊക്കെ നടക്കുമോ മോളെ? എന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു അമ്മേ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷ കൈവിടല്ല. എന്തിനാ നമ്മൾ പ്രതീക്ഷ കൈവിടുന്നേ? ഞാനല്ലേ അമ്മയ്ക്കുള്ളത്. അച്ഛൻ എന്നിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അച്ഛൻ എന്ത് സംഭവിച്ചാലും ഞാൻ കുടുംബം നോയിക്കൊള്ളൂന്ന് ആ വാക്ക്, ആ അച്ഛന്റെ ആ ഒരു ഇത് ഞാൻ കാക്കണ്ടേ അമ്മേ. അച്ഛന്റെ ഒരു വിശ്വാസം എനിക്ക് തകർത്ത് കളയാൻ പറ്റില്ല. എന്തൊക്കെ വന്നാലും ശരി, ഈ കുടുംബം താരം ഞാൻ സമ്മതിക്കില്ലമ്മേ. എങ്ങനെയാണേലും നിളമോളുടെ സർജറി ഞാൻ നടത്തും. പിന്നെ ജയബാലനിട്ടുള്ള പണിയും കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് കാവേരി പറഞ്ഞു, അമ്മേ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളും അത്യാവശ്യ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്യാനായിട്ട് അവരൊരുങ്ങുവാണ്. അതേസമയം ഗംഗ വന്നിട്ട് കാവേരിയോട് പറഞ്ഞു, കാവേരി പണത്തിന്റെ കാര്യം ഗംഗേച്ചി വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് നോക്കാം. എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല. വിനീതനാണെങ്കിലോ ഇവിടം വിട്ട് വിടാൻ ഒരു താല്പര്യമില്ല. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല ഇനിയിപ്പൊ വിനീതേണ്ണ ഇനിയിപ്പൊ അമ്മയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ലോ. അതൊന്നുമല്ല. വിനീതേണ്ണ ഈ നാട്ടിൻപുറം മാത്രം ഇഷ്ടം, ടൗണിലേക്ക് പോകുന്നതിന് ഒട്ടും താല്പര്യമില്ല. സാരമില്ല ഗംഗേച്ചി, കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ. നമുക്ക് അതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാം. വിനീതേണ്ണോട് ഞാൻ സംസാരിക്കണോ? വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം പായിക്കുന്നുണ്ടപ്പോ നിളമോള് ചോദിച്ചു, ഇതെന്തിനാ നമ്മളിപ്പോ ഇവിടുന്ന് പോണേ? അതിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അത് മോളെ നമുക്ക് അവിടെ പോയി അവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കണം. മോൾക്ക് ഇടയ്ക്ക് തളർക്കൊക്കെ ഉണ്ടാകുന്നല്ലേ. അവിടുത്തെ ചികിത്സയും കാര്യങ്ങളും കുറച്ചു നാൾ വേണം. പിന്നെ ഇപ്പൊ ആ ജയബാലൻ എന്ന് പറയുന്ന അയാള് കാരണം ഓരോരോ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ. കുറച്ചു നാൾ നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. അല്ല അതിന് നമുക്ക് അവിടെ വീടൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ അവിടെ എവിടെ പോയി താമസിക്കും? വീടൊക്കെ നമുക്ക് എടുക്കാന്നേ. അല്ല അപ്പൊ വിനീതേണ്ണന്റെ ഒക്കെ തയ്യലോ? വിനീതേണ്ണൊക്കെ അവിടെ പോയി തയ്ക്കാലോ. അവിടെ ഒരു ഷോപ്പ് എടുത്താൽ മതിയല്ലോ. കുറച്ചു കാലം നമുക്ക് അവിടെ താമസിക്കാം. നിലമോൾക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. നിലമോള് ചോദിച്ചു, കാവേരി ചേച്ചി എനിക്ക് വേറെ എന്തേലും അസുഖമുണ്ടോ? അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അല്ല എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നോണ്ട് ചോദിച്ചാ. അങ്ങനൊന്നും ഇല്ല മോൾക്ക്, അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാന്നേ എന്ന് പറഞ്ഞ് നിളയെ ഇങ്ങനെ സമാധാനിപ്പിച്ചു. അങ്ങനെ അന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും നിവിന് ഭയങ്കര ടെൻഷനായി. കാരണം നിവിൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി നാളെയാണ് തന്റെ എൻഗേജ്മെന്റ് വെച്ചിരിക്കുന്നത്. ആ എൻഗേജ്മെന്റ് അത് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് രാഗിണിയുമായിട്ടുള്ള എൻഗേജ്മെന്റ്. അങ്ങനെ നിവിൻ ഒടുവിൽ എന്ത് ചെയ്തു, വിനീതിന്റെ കടയുടെ അങ്ങോട്ടേക്ക് വരുവാണ്. വിനീതിനെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ടാണ് വരുന്നത്. എന്ത് വന്നാലും ശരി രാഗിണിയായിട്ടുള്ള വിവാഹം നടക്കാനിട്ട് പാടില്ല എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. അപ്പോഴേക്ക് ഇക്ക എങ്ങോട്ട് ഇറങ്ങി വന്നു. ഇക്ക വന്നിട്ട് ചോദിച്ചു, അല്ല എന്താണ് നിവിനെ നീ? അല്ല വിനീതില്ലേ ഇക്കാന്ന് ചോദിച്ചു. അവൻ വന്നില്ല എന്ന് പറഞ്ഞു. വന്നില്ലേ? എടാ അവര് നാളെ പോകുമല്ലേ. പോവാൻ എങ്ങോട്ടേക്ക്? എടാ അവരൊരു നിലം കൂടും കൂടൊക്കെ എടുത്ത് പോവല്ലേ. അല്ല നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? നിന്റെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ അല്ലേ നാളെ. അപ്പൊ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അത് പിന്നെ ഇക്ക എനിക്ക് അവനെ ഒന്ന് കാണണം പറഞ്ഞല്ലോ.
കാവേരി എന്റെ മനസ്സിൽ അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇതാപ്പം നന്നായത്. ദേ വെറുതെ ആ പെങ്കൊച്ചിന്റെ ജീവിതം തറക്കാൻ നീ നിൽക്കരുത്. അവര് നാളെ ഇവിടുന്ന് കൂടും കുടുക്കി എടുത്തോണ്ട് പോകുക. അല്ലേക്ക് അവരെങ്ങോട്ടാ പോകുന്നേ? തിരുവനന്തപുരത്തിനാ മറ്റോ ആന്നാ പറഞ്ഞേ. അവര് പായ്ക്ക് ചെയ്യാൻ തുടങ്ങി. അവര് നാളെ ഇവിടുന്ന് പോകും. അത് കേട്ടത് നിവിന് ഒട്ടും സഹിച്ചില്ല. നിവിന് വല്ലാത്ത ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് പോലും നിവിന് അറിയില്ല. പെട്ടെന്ന് നിവിൻ പറഞ്ഞു, ഇക്ക പറഞ്ഞ സത്യമാണോ? ആ, ഞാൻ എന്തിനാ ഇപ്പൊ കള്ളത്തരം പറയണേ? അതിന്റെ ആവശ്യം എനിക്ക് എന്താ? പിന്നെ ആ കൊച്ചിന് സർജറിയും കാര്യങ്ങളും അല്ലേ, അത് തിരുവനന്തപുരത്ത് ചെയ്യാനായിട്ട് പോന്നെ. അപ്പോൾ അവിടെ ഒരു വാടകയ്ക്ക് വീടെടുക്കാൻ തീരുമാനിച്ചു. പിന്നെ കട എന്നോട് നോക്കിക്കാളാനായിട്ട് വിനീത് പറഞ്ഞിട്ടുണ്ട്. അവൻ എപ്പോഴേലും വന്ന് കഴിയുമ്പോൾ അവൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിപ്പോയി നിവിന്. നിവിൻ ഇങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യണ്ടേ? കാവ്യയോട് ഇതുവരെയായിട്ട് തന്നെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് പോലുമില്ല. അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒടുവില രണ്ടും കൽപ്പിച്ച് കാവേരി വിളിക്കുവാണ് നിവിന്. കാവേരി, എനിക്ക് കാവേരി അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ നിവിനെ? കാര്യം എന്താന്ന് പറ. എനിക്ക് തീരെ സമയമില്ലാന്ന് പറഞ്ഞു. കാവേരി അങ്ങനെ പറയരുത് പ്ലീസ്, എനിക്ക് കണ്ടേ മതിയാവുള്ളൂ. കാവേരി, ഒരു തവണ എന്ന് പറഞ്ഞു. നിവിനെ, നിവിന്റെ കല്യാണം കാര്യങ്ങളോ വെറുതെ എന്തിനാ? ഒരു തവണ മതി, എനിക്കൊരു കാര്യം സംസാരിക്കാനാന്ന് പറഞ്ഞു. ഒടുവിൽ കാവേരി സമ്മതിച്ചു. അങ്ങനെ കാവേരി നിവിനെ കാണാനായിട്ട് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോൾ നിവിന് പറഞ്ഞു, അതെ നീ ഇത്രയും കാലം ഞാൻ നിന്നോട് പറയാതെ മറച്ചു വെച്ചു. പക്ഷെ എനിക്ക് ഇനി അത് മറച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പോഴെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞു. എന്ത്? അത് പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാ. ഇനിയെങ്കിലും എനിക്ക് ഈ കാര്യം തുറന്നു പറയണം. അതുകൊണ്ട് അത് പറയാൻ വേണ്ടി വന്നതാ. എനിക്ക് ആദ്യം മുതലേ നിന്നെ ഇഷ്ടമായിരുന്നു. അത് കേട്ടപ്പോൾ കാവേരിയിൽ ഒരു ഞെട്ടലുണ്ടായി. കാവേരിക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇടക്കാലം കൊണ്ട് കാവേരിക്ക് തോന്നി തന്റെ തോന്നൽ മാത്രമായിരിക്കുമെന്ന്. അറിയാലോ, നാളത്തെ വിവാഹം നടക്കാൻ പോകുന്നൊന്നുമില്ല. എനിക്ക് അവളെ ഇഷ്ടമില്ല. എൻ്റെ മനസ്സ് മുഴുവൻ നീയാ. ഞാൻ എൻ്റെ വീട്ടിൽ പറയാൻ പോവുക. അത് കേട്ടതും കാവേരിക്ക് വല്ലാത്തൊരു ഷോക്കായി പോയി. കാവേരിക്ക് അറിയാം പിന്നീട് സംഭവിക്കുന്ന എന്താന്ന്. കാവേരി പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ലേ നിവിനെ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ അമ്മയൊക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം നടക്കില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് നിവിനോട് അങ്ങനെ ഒരു ഇഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ല. കാവേരിയുടെ മനസ്സിൽ ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ലാന്ന് തന്നെ കാവേരി പറയണേ. കാരണം കാവേരിക്ക് അറിയാം തന്റെ നിലയം വില എന്താന്ന്. ഒരിക്കലും രാജേശ്വരൻ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് പറയാം. അത് മാത്രമല്ല, ഇപ്പൊ അതൊന്നും അല്ലല്ലോ കാവേരിയുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നം. നിർമ്മോളുടെ സർജറിയും കാര്യങ്ങളും അതിന്റെ പണവും കാര്യങ്ങളും. അത് മാത്രല്ല, ജയപാലന്റെ അനന്തരവനാണല്ലോ ഈ പറയുന്ന നിവിന്. ഇന്നലെ ജയപാലൻ വിളിച്ചപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ വരികയും ചെയ്താ. കാവേരി പറഞ്ഞു, നിവിൻ എന്താണെങ്കിലും ആ ജയപാലനോടൊപ്പം നിൽക്കുന്നേ. ഇത്രയും നാളും എന്നോടൊപ്പം നിന്നിട്ട് കാവേരി അത് നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. ഇന്നലെ എനിക്ക് സ്റ്റേഷനിലേക്ക് വരണമെങ്കിൽ അങ്ങനെ ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്കിള് വിളിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ഓടി വന്നേ. അല്ലാതെ എനിക്ക് അങ്ങോട്ട് കയറി വരുവാൻ പറ്റുമായിരുന്നോ? ഈ പറയുന്ന CI ചാരുലതയുണ്ടല്ലോ, എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഈ കേസിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തിരിക്കുന്നത്. കാവേരി വിഷമിക്കൊന്നും വേണ്ട. കാവേരിക്ക് ഒരിക്കലും ആ തോട്ടമൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഞാനാ പറയണെന്നൊക്കെ പറഞ്ഞ് കാവേരിയെ സമാധാനിപ്പിച്ചു. കാവേരി പറഞ്ഞു, നിവിനെ നീ വെറുതെ പറയൊന്നും വേണ്ട. എനിക്കറിയാം ഇനി എന്താണെങ്കിലും എൻ്റെ പിന്നാലെ വരേണ്ട കാര്യമൊന്നുമില്ല. നിവിൻ കല്യാണം കഴിച്ച് നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ നിവിനത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാവേരി അതും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കാവേരി അങ്ങോട്ട് പോവാണ്. പിന്നീട് കാവേരിയെ CI വിളിക്കുന്നുണ്ട്. അങ്ങനെ വരാൻ വേണ്ടി പറയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. കാവേരി ചെന്നു. കാവേരി ചെന്നിട്ട് പറഞ്ഞു, മേഡം നാളെ ഞങ്ങൾ പോകും അവിടുന്ന്. നിളമോളുടെ സർജറിയും കാര്യങ്ങളും നടക്കണം. പക്ഷെ അതിനുള്ള പണം ഇതിലായിട്ടും ആയിട്ടില്ല. ആരുടെയെങ്കിലും കയ്യെ കാലെ വീഴാതെ പറ്റില്ല. എന്താണെങ്കിലും എൻ്റെ അനുജത്തിയുടെ ജീവൻ എനിക്ക് രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ. ദൈവങ്ങൾ പോലും കൂടെയില്ലാത്തൊരവസ്ഥയായിപ്പം. അത് കേട്ടതും ചാരുലത പറഞ്ഞു, കാവേരി എന്തിനാ വിഷമിക്കണേ? കാവേരി വിഷമിക്കാതിരിക്കുക. നമ്മുടെ പ്രതീക്ഷകളൊക്കെ നമുക്ക് നശിച്ചു കഴിയുമ്പോൾ നമുക്ക് എവിടുന്നേലും എന്തെങ്കിലും പൊട്ടും പൊടിയും കിട്ടൂലോ എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ മൊബൈൽ ഫോണും അതൊക്കെ നഷ്ടപ്പെടുമായിരുന്നോ? ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. കാവേരി അതോർത്ത് വിഷമിക്കണ്ട. കാവേരി കാണാതെ പോയ ഡയറിയും മൊബൈൽ ഫോണും ഇതെല്ലാം ചോദിച്ചുകൊണ്ട് കവർ ഇങ്ങെടുത്ത് കൊടുക്കുവാണ്. കാവേരി ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാവേരി ഇത് വാങ്ങി നോക്കി. അതെ, ഇതേ മാഡം, ഇത് തന്നെയാ. ഇത് എവിടുന്നാന്ന് ചോദിച്ചു. അപ്പോഴേക്കുമാണ് കള്ളനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ. ജയവാന്റെ ഒരു ചിങ്കിടിയായിരുന്നു. അവനാണ് കാവേരിയുടെ വണ്ടിക്കകത്തുനിന്ന് അത് മോഷ്ടിച്ചെടുത്തേ. കാവേരി സ്കൂട്ടി പുറത്തു കൊണ്ടുവന്ന് വെച്ച സമയത്താണ് അവനത് മോഷ്ടിച്ചത്. ഈ സമയത്ത് ചാരുലത പറഞ്ഞു, ജയപാലിന് ഭയങ്കര ബുദ്ധിയായിരുന്നു. പക്ഷേ അവന്റെ ബുദ്ധി ഇവിടെ നടന്നില്ല. ഇവിടെ CCTVയും കാര്യങ്ങളും ഉണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ. അവരെന്ത് ചെയ്തു? പുറത്ത് സ്കൂട്ടിയെന്നാണ് നഷ്ടപ്പെട്ടതെന്ന് പറയും. CCTV നോക്കി. അപ്പോഴേക്കാണ് ഇവൻ വന്ന് സ്കൂട്ടി തുറന്ന് അതിനകത്തുനിന്ന് ഈ കവർ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ടത്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. അവനന്ന് അങ്ങനെ അയാളെ പൊക്കുകയോ ചെയ്തേ.
കാവേരിക്ക് സന്തോഷം കൊണ്ടൊന്ന് തുള്ളിച്ചാണെന്ന് തോന്നി. പ്രതീക്ഷ അസ്തമിച്ച സമയത്താണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത്. കാവേരി വിഷമിക്കൊന്നും വേണ്ട. കാവേരിയുടെ അച്ഛൻ്റെ പണവും അതുപോലെ തന്നെ ആ തോട്ടവും ഒരിടത്തും പോകാൻ പോകുന്നില്ല. കാവേരിക്ക് കിട്ടുക തന്നെ ചെയ്യും. ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ കാവേരിയുടെ മടങ്ങിപ്പോയ പ്രതീക്ഷകൾ, അസ്തമിച്ചു പോയ പ്രതീക്ഷകളെല്ലാം തിരികെ വരിക. അതിൻ്റെ കഥകളെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.